മഴതൊരു മുമ്പ് സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന ഒരു എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് ഇവിടെ പറയുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ. ബാലചന്ദ്രന്റെ വീട്ടിലാണ് കേട്ടോ കാണിക്കുന്നത്. ബാലചന്ദ്രന്റെ മക്കളാണെന്നുണ്ടെങ്കിൽ അലീന ഒരു ചിട്ടം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ആ ഒരു രീതിയിലാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്നു, എന്നിട്ട് 1 മണിക്കൂർ നേരത്തോളം അവർ പഠിക്കുന്നു. അത് കഴിഞ്ഞിട്ട് കിച്ചണിൽ കയറിയിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ബബിതയും അതുപോലെ തന്നെ കൃഷ്ണമോളും കൂടി ചേർന്നിട്ട് മുറ്റം തൂക്കുന്നു. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ രോഹിത് ആണെന്നുണ്ടെങ്കിൽ വന്നിട്ട് 2 അനിയത്തിമാരെ സഹായിക്കും. തുടർന്ന് വൈകിട്ടാണെന്നുണ്ടെങ്കിൽ സ്കൂളിലൊക്കെ പോയി തിരിച്ചു വന്നതിന് ശേഷം അടുക്കളയിൽ കയറി ചായ ഇടുന്നു. എന്നിട്ട് 3 പേരും കൂടി ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ട് അത് കുടിക്കുന്നു. എന്നതിന് ശേഷം 6 മണിക്ക് വിളക്ക് കത്തിക്കുന്നു. അങ്ങനെ എല്ലാം ഒരു ചിട്ടയോട് കൂടിയിട്ട് ഇങ്ങനെ പോവുകയാണല്ലോ. ഇതൊന്നും കൊണ്ടിട്ട് നമ്മുടെ ചന്ദ്രമതിക്ക് അത്ര അങ്ങ് ദഹിക്കുന്നില്ല കേട്ടോ. ഇതെല്ലാം അലീന പഠിപ്പിച്ച ചിട്ടകളാണ് എന്നുള്ള കാര്യം നമ്മുടെ വൈജയന്തിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ചിട്ടകളെല്ലാം നല്ലതാണെങ്കിൽ പോലും അത് അലീന പഠിപ്പിച്ചതുകൊണ്ട് തന്നെ വൈജയന്തിക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുകയും ഒരു വിധത്തിൽ നടന്ന് കിച്ചണിലെത്തിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാണ് കേട്ടോ. എന്നാൽ പതിവ് പോലെ എഴുന്നേൽക്കുന്ന കൃഷ്ണയും അതുപോലെ തന്നെ ബബയും കൂടി ചേർന്ന് കിച്ചണിൽ ചെന്ന് നോക്കുന്ന സമയത്ത് അമ്മ അവിടെയുണ്ട്. അമ്മ ഇവിടെ എന്ത് ചെയ്യാന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കിച്ചണിൽ എന്ത് ചെയ്യാനാ, ഭക്ഷണം ഉണ്ടാക്കാനല്ലാതെ. അല്ല അമ്മ കാലിന് വയ്യാണ്ടിരിക്കുവല്ലേ, ഞാനിപ്പോ ജോലിക്കൊന്നും പോകാൻ വേണ്ടി തുടങ്ങിയിട്ടില്ലല്ലോ, എന്തായാലും കുറച്ചേച്ച് ജോലികൾ ചെയ്യാന്നുള്ള കാര്യം വിചാരിച്ചു. ഇത് കേട്ട ഉടനെ തന്നെ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. അല്ല ഇതിനു മുമ്പും അമ്മയൊന്നും അല്ലായിരുന്നല്ലോ ചെയ്തുകൊണ്ടിരുന്നത്, ഇവിടെ അലീന ചേച്ചിയല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്തത് എന്ന്. അലീനയുടെ പേര് കേൾക്കുന്നതും നമ്മുടെ വൈജയന്തിക്കാണെന്നുണ്ടെങ്കിൽ ദേഷ്യം അങ്ങ് ഇരട്ടിക്കുകയാണ്. അവൾ എന്താണ് കയറി വന്നത് ഈ വീട്ടിലേക്ക്? അതിനു മുമ്പും എത്ര ജോലിക്കാരികള് ഇവിടെ വന്ന് നിന്നിട്ടുണ്ട്, അവരുടെ പേരൊന്നും നിനക്ക് ഓർമ്മയില്ലേടി? വൈജയന്തിക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിലും നമ്മുടെ ഭവിത ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ. ഞങ്ങൾ എന്തിനാണ് ഇവിടെ വരുന്ന ജോലിക്കാരുടെ പേരൊക്കെ ഓർത്ത് വെക്കുന്നത്? വല്ല പരീക്ഷയ്ക്കും എഴുതാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുവാണേ. ഈ അലീന ചേച്ചിക്ക് മാത്രം എന്താണാവോ പ്രത്യേകത? അവള് ശമ്പളം മേടിച്ചുകൊണ്ട് തന്നെയല്ലേ ജോലി ചെയ്തത്, പോരാത്തതിന് കിമ്പളവും. അത് മാത്രോ അവൾക്ക് കിട്ടാത്ത എന്തെങ്കിലും ഒരു ആനുകൂല്യങ്ങൾ ഇവിടെ ഉണ്ടോ? ഇതുകൊണ്ടൊക്കെയാണ് ഞങ്ങള് അലീന ചേച്ചിയെ മാത്രം ഓർത്ത് വെച്ചിരിക്കുന്നത്. എടി, ഈ ജോലിക്കാരും കൂലിക്കാരും ഒന്നും ഇല്ലാത്ത സമയത്തും നിന്നെയൊക്കെ വളർത്തി നിനക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുകയും നിന്റെയൊക്കെ മലവും മൂത്രമൊക്കെ കോരിക്കൊണ്ടിരുന്ന നിന്റെ അമ്മയ്ക്ക് അലീന ചേച്ചിയുടെ അത്ര പോലും വിലയില്ല അല്ലേ? സംസാരം കേട്ട ബബിതയാണെങ്കിൽ കൈകൂപ്പിയും കൊണ്ട് പറയുന്നുണ്ട്, സുല്ല് ഞങ്ങൾ അമ്മയുടെ മുമ്പിൽ തോറ്റു തന്നിരിക്കുന്നു. തുടർന്ന് വൈജയാണെന്നുണ്ടെങ്കിൽ പുലർച്ചെ 5 മണിക്ക് എഴുന്നേറ്റ് ഈ വീട്ടിലെ അടുക്കള ജോലികളൊന്നും ചെയ്യേണ്ട അവസ്ഥ ഇവിടുത്തെ കുട്ടികൾക്കില്ല. അതൊക്കെ നിങ്ങളെ കൊണ്ട് അവള് ചെയ്യിപ്പിക്കുന്നത് അവൾക്ക് സൂചിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെ കൊണ്ട് അവള് വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും. എന്നാൽ ഇനി അവളുടെ ഭരണ പരിഷ്കാരങ്ങളൊന്നും ഈ വീട്ടിൽ വേണ്ട. ഈ വീട്ടിന്റെ കുടുംബനാഥ ഞാനാണ്. അതുകൊണ്ട് തന്നെ നാളെ മുതൽ നിങ്ങളെല്ലാവരും 5:30 എഴുന്നേറ്റാ മതി. ഇത് കേട്ട ബബിതയാണെന്നുണ്ടെങ്കിൽ പെറുപെറുക്കുന്ന രീതിയിൽ ഒരു അരമണിക്കൂർ നേരത്തെ എഴുന്നേറ്റെന്ന് വിചാരിച്ചിട്ട് ഇനി എന്താ ആകാശം ഇടിഞ്ഞു വീഴുവോ? ഞാൻ പറയുന്നതേ നിങ്ങൾ അങ്ങോട്ടേക്ക് അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ബബിതയ്ക്ക് നേരെ ചാടുവാണ് കേട്ടോ. പിന്നെ കൂടുതലൊന്നും സംസാരിക്കാതെ ബബിതയാണെന്നുണ്ടെങ്കിൽ പോയി കട്ടിലിൽ കിടക്കുവാണ്. പക്ഷെ കൃഷ്ണമോളാണെന്നുണ്ടെങ്കിൽ ദയനീയമായിട്ട് അമ്മയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, അമ്മയ്ക്ക് വഴക്കുണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ലേ? എന്തിനാ ഞങ്ങളുടെ അടുത്ത് വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് വരുന്നത്? ഞാൻ വഴക്കുണ്ടാക്കാൻ വേണ്ടി വന്നതാണോടി? രാവിലെ 5 മണിക്ക് എണീറ്റിട്ട് വീട്ടിലെ കാര്യവും അതുപോലെ തന്നെ അടുക്കളയിലെ കാര്യവും തുണി അഴുക്കലും അതും ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ മതിയോ? നിങ്ങൾക്ക് എന്തോരം പഠിക്കാനുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാലേ മാർക്ക് ഉണ്ടാവില്ല നിങ്ങൾക്ക്. അമ്മേ, അങ്ങനെ ഞങ്ങളുടെ പഠിത്തത്തിന് യാതൊരുവിധ കുഴപ്പവും വരാൻ വേണ്ടിയിട്ട് പോകുന്നില്ല, ഇതുവരെ വന്നിട്ടുമില്ല. ഈ വീട്ടിലെ ജോലിയെല്ലാം ഞങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടി തന്നെയാണ് ചെയ്തത്. ഞാനും രോഹിയേട്ടനും ബബിതേച്ചിയും അതുപോലെ തന്നെ അലീന ചേച്ചിയും കൂടി ചേർന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ഈ വീട്ടിലെ ജോലിയെല്ലാം പടപടാ എന്ന് പറഞ്ഞ് തീരും. പഠിക്കാനൊക്കെ പണ്ടത്തെക്കാളും കൂടുതൽ സമയം ഞങ്ങൾക്ക് കിട്ടിയിട്ടുമുണ്ട്. പഠിക്കാൻ ഇച്ചിരി സമയം കൂടുതൽ കിട്ടിയാൽ എന്താടി കുഴപ്പം? പിന്നെ രോഹിത്തിനെ കൊണ്ട് നിങ്ങൾ അടുക്കളപ്പണിയൊക്കെ ചെയ്യിപ്പിക്കുന്നത് വലിയ കേമായിട്ടുള്ള കാര്യമാണെന്നാണോ നിങ്ങളുടെ വിചാരം? നിങ്ങൾ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാനും കാണുന്നുണ്ട്. അതിനെന്താ അമ്മയെ കുഴപ്പം? ആൺകുട്ടികൾ സ്വന്തം വീട്ടിൽ ജോലി എടുക്കാൻ വേണ്ടി പറ്റില്ല എന്ന് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? ചേട്ടൻ ഞങ്ങളെ സഹായിക്കല്ലേ ചെയ്തത്? രോഹിയേട്ടനെ നന്നായിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാം അലീന ചേച്ചി പഠിപ്പിച്ചു കൊടുത്തതാണ്. അലീന എന്നുള്ള പേര് വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ തനിക്ക് ദേഷ്യം കൂടി വരുന്നുണ്ട്. ദയവേത് ആ പേര് പറയരുത് എന്ന് ദേഷ്യത്തോടു കൂടി തന്നെ വൈജയന്തി പറയുന്നുണ്ടേ. എടി, നിനക്കൊരു കാര്യം അറിയോ? ഈ ആൺകുട്ടികളുണ്ടല്ലോ പാചകം പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് പെണ്ണ് കെട്ടി വരുന്ന സമയത്ത് ഭാര്യമാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അറിയുന്ന ഭർത്താക്കന്മാർക്കാണെന്നുണ്ടെങ്കിൽ ഭാര്യമാരുണ്ടാക്കുന്നത് ചിലപ്പോൾ പിടിച്ചില്ലെന്നും വരും. അങ്ങനെ അവരാണെന്നുണ്ടെങ്കിൽ അവൾമാരെ പാചകം പഠിപ്പിക്കാൻ എന്നുള്ള പേരും പറഞ്ഞിട്ട് ഇറങ്ങും. എന്നാൽ അവൾമാര് നൈസായിട്ട് അവന്മാരെ കൊണ്ട് എല്ലാ പണിയും എടുപ്പിക്കും. അല്ലെങ്കിലും അമ്മേ, ആണുങ്ങൾ വീട്ടുജോലി ചെയ്തെന്ന് വെച്ചാൽ എന്താ കുഴപ്പമെന്നുള്ള കാര്യം ചോദിക്കുകയാണെ,
നീ നിന്റെ അച്ഛൻ എപ്പോഴെങ്കിലും അടുക്കളയിൽ കയറിയിട്ട് ഒരു ഗ്ലാസ് എങ്കിലും കഴുകുന്നത് നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെ, അച്ഛനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു അലീന ചേച്ചി ഇല്ലാണ്ടായിപ്പോയി. ഓ, ആ രോഹിത്തിനെ പഠിപ്പിച്ച നേരത്തോണ്ട് നിന്റെ അച്ഛനെ അങ്ങ് പഠിപ്പിക്കാൻ പാടില്ലായിരുന്നോ എന്ന് വൈജയന്തി അങ്ങ് ചോദിക്കുന്നുണ്ടേ. അല്ലെങ്കിലും നിങ്ങൾ 3 പേരെ കൊണ്ട് പണിയെടുപ്പിച്ചുകൊണ്ട് അവളും നിങ്ങളുടെ അച്ഛനും കൂടി ചേർന്നിട്ട് പിന്നെ എന്നെ കൂടെ പറയിപ്പിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ചോദിച്ചത് നിർത്തുവാണേ. അമ്മ അല്ലെങ്കിലും കൂടുതൽ ഒന്നും പറയാതിരിക്കുന്നത് തന്നെയാ നല്ലത്. പറഞ്ഞ് ബാക്കിയുള്ളവരെ വെറുതെ വെറുപ്പിക്കുന്നതിനേക്കാൾ നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണമോളും ദേഷ്യം പിടിച്ചിട്ട് അങ്ങ് പോകുന്നുണ്ടേ. തുടർന്ന് രാവിലെ കൃഷ്ണമോളും അതുപോലെ ബബിതയും കൂടി ചേർന്നിട്ട് അടിച്ചു വരുന്നതാണ് കാണിക്കുന്നത്. അത് കണ്ട് വൈജിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പണി പഠിക്കല് മാത്രമാണ്, നിങ്ങൾ അതങ്ങ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് 2 പേരെ ഓടിക്കുകയാണ്. തുടർന്ന് നമ്മുടെ രോഹി എഴുന്നേറ്റ് വരുന്ന സമയത്ത് അടുക്കള ഭരണം അമ്മ ഏറ്റെടുത്തു എന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. നേരെ അനിയത്തിമാരുടെ അരികിലേക്ക് ചെല്ലുകയും അമ്മ ഒരു അട്ടിമറി നടത്തി സാമ്രാജ്യം കൈക്കലാക്കിയല്ലേ എന്ന്. ഇത് കേട്ട ഉടനെ ബബിത പറയുന്നുണ്ട് അലീന ചേച്ചിയോടുള്ള ദേഷ്യം തീർക്കുന്നതാണ് എന്ന്. എന്തേലും കാണിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രോഹി അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അതേസമയം ബാലചന്ദ്രന് അവിടുത്തെ ഭരണമാറ്റത്തെ കുറിച്ചൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ അത് മക്കളെ എന്തോരം ബാധിക്കും എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് ബാലേന്ദ്രൻ ചിന്തിക്കുന്നത് കേട്ടോ. പക്ഷെ വൈജയന്തി ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. മക്കളെ പഠിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നു, വീട്ടിലെ ജോലികളെല്ലാം വൈജയന്തി തന്നെ ചെയ്യുന്നു. പക്ഷെ അതിന്റെ പിന്നിലുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അലീനയോടുള്ള ദേഷ്യം. അവള് മക്കളെ ഒരു ചിട്ടയിലാണ് വളർത്തിയത്. വളർത്തിയത് മീൻസ് അവൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തത് അത് ഇല്ലാതാക്കുക. പക്ഷെ വൈജയന്തിയുടെ ഈ ദുർവാശിയാണെന്നുണ്ടെങ്കിൽ കുടുംബം ശിഥിലമാവാൻ വേണ്ടി കാരണമാകും എന്നുള്ള കാര്യം ബാലേന്ദ്രന് മനസ്സിലാവാണ്. മക്കള് സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴേക്കും വൈജയന്തിയാണെന്നുണ്ടെങ്കിൽ വീട് മൊത്തം വൃത്തിയാക്കി തുണികളെല്ലാം അലക്കി മക്കളുടെ ഡ്രസ്സുകളെല്ലാം വൈജയന്തി തന്നെ തേച്ച് മിനുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. രാത്രിയിൽ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മക്കളെ അനുവദിക്കാതെ വൈജയന്തി തന്നെ അടുക്കളയിൽ കയറുവാണ്. അങ്ങനെ നമ്മുടെ വൈജയന്തി ആണെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന ടൈമും കാര്യങ്ങളൊക്കെ മാറ്റി കേട്ടോ. ഭക്ഷണം കഴിച്ചതിന് ശേഷം ബാലേന്ദ്രനും അതുപോലെ മക്കളും കൂടി ചേർന്നിരുന്ന് സംസാരിക്കുകയാണ്. ഇവിടേക്ക് വലിയ ആളെ പോലെ വൈജയന്തി വരുവാണ് കേട്ടോ. എന്നിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ലേ? കണ്ട തേവിടിശികൾ ഓരോന്നും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമമൊന്നും ഇവിടെ ഇനി നടക്കില്ല. രാത്രി 10:30 മണി വരെ ഇരുന്ന് പഠിക്കാനുള്ള ഓർഡറും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഇത് കേട്ട ഉടനെ തന്നെ ബബിതയും അതുപോലെ രോഹിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുവാണ് കൃഷ്ണജിയും. എന്നിട്ട് ബബിത ചോദിക്കുന്നുണ്ട് കേട്ടോ, അല്ല ഞങ്ങളിവിടെ കുറച്ചു നേരം ഇരുന്ന് സംസാരിച്ചെന്ന് വിചാരിച്ചിട്ട് എന്താ കുഴപ്പമെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, അവളുടെ ഭരണ പരിഷ്കാരങ്ങളൊന്നും ഇനി ഇവിടെ വേണ്ട എന്ന്. നിങ്ങൾക്കല്ലെങ്കിലും ഇതിന് മാത്രം എന്താണ് പറയാനുള്ളത്? പരദൂഷണാണോ നാട്ടുകാരുടെ, അല്ലെങ്കിൽ സ്കൂളിലുള്ള സില്ലി തിങ്സ് ആണോ എന്ന് ചോദിക്കുവാണേ. അതൊക്കെ അങ്ങ് അവിടെ ഇട്ടിട്ട് പോന്നേക്കണം എന്ന് പറഞ്ഞിട്ട് പിള്ളേരെ അവിടെ അടിച്ചോടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ശ്രമിക്കുന്നത്. അച്ഛനുമായിട്ട് സംസാരിക്കേണ്ട, കൂട്ടുകൂടണ്ട, അങ്ങനെയൊക്കെ ഒരു ധാരണയാണ്. ഇതൊന്നും കേട്ടിട്ട് ബബിതയ്ക്ക് ഒട്ടും സഹിക്കുന്നില്ല. എന്നിട്ട് ബാലേന്ദ്രന്റെ അടുത്ത് ബബിത ചോദിക്കുന്നുണ്ട് കേട്ടോ, അച്ഛൻ ഇതൊന്നും കേൾക്കുന്നില്ലേ? ഇതിന് അച്ഛനൊന്നും പറയാനില്ലേ? അച്ഛനാണോ അല്ലെങ്കിൽ അമ്മയാണോ ഈ കുടുംബത്തിലെ നാഥൻ? ഇത് കേട്ട് ബാലേന്ദ്രൻ ആകെ ക്ഷീണിക്കാണ് കേട്ടോ. എന്തായാലും വെട്ടൊന്ന് തുണ്ടം 2 എന്നുള്ള രീതിയിലാണല്ലോ വൈജയന്തി അവിടെ നടപ്പിലാക്കുന്നത്. വെറുതെ ഒരു കുടുംബ പ്രശ്നം ഉണ്ടാക്കണ്ട എന്നുള്ള രീതിയിലൊക്കെയാണ് ബാലേന്ദ്രൻ കുറച്ചെങ്കിലും ഒന്ന് മിണ്ടാതിരിക്കുന്നത്. പക്ഷേ ബാലേന്ദ്രന്റെ ആ മൗനമാണെന്നുണ്ടെങ്കിൽ ബബിതയെ കുറച്ചുകൂടി ദേഷ്യം പിടിപ്പിക്കുകയാണ്. ഒന്നെങ്കിൽ അച്ഛൻ അമ്മ പറയുന്നത് കേട്ടിട്ട് മിണ്ടാതിരിക്കണം, അല്ലെങ്കിൽ അച്ഛൻ അമ്മയെ കൊണ്ട് അച്ഛൻ പറയുന്ന കാര്യങ്ങൾ അനുസരിപ്പിക്കണം. ഇത് കേട്ട ഉടനെ തന്നെ വൈജയന്തി ആണെങ്കിൽ അവിടുന്ന് പറയുന്നുണ്ട് കേട്ടോ, ഈ വൈജയന്തി അനുസരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നിന്റെ അച്ഛൻ ഒരു ജന്മം കൂടി ജനിക്കണം. ഒരു ഭർത്താവിന്റെ കടമ നേരായ മാർഗത്തിലൂടെ ചെയ്തവർക്ക് മാത്രമേ ഒരു ഭാര്യയെ അനുസരിപ്പിക്കാനുള്ള അധികാരമുള്ളൂ. രാവിലെ എഴുന്നേറ്റ് കോണിപ്പടിയും കയറിപ്പോയിട്ട് ആ ഗസ്റ്റ് റൂമിലിരിക്കുന്ന ആൾക്ക് അതിനുള്ള അവകാശം ഇല്ല എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ ബാലേന്ദ്രൻ അങ്ങ് കാലി തുള്ളുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ മക്കളുടെ മുഖത്തേക്ക് നോക്കുവാണേ. മക്കളെല്ലാവരും അമ്മയുടെ വാക്കുകൾ കേട്ടിട്ട് സ്തംഭിച്ച പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അമ്മ അച്ഛനെ മക്കളുടെ മുമ്പിൽ വെച്ചിട്ട് ചോദ്യം ചെയ്തിരിക്കുകയാണ്. അച്ഛന്റെ ഭർത്തൃ പദവിയാണ് അമ്മ ചോദ്യം ചെയ്തിരിക്കുന്നത്. അച്ഛന്റെ പുരുഷത്വത്തെ അപമാനിച്ചിരിക്കുകയാണ്. അച്ഛന് ഇതിന് മറുപടി ഇല്ലേ എന്നുള്ള രീതിയിലാണ് മക്കൾ തന്നെ നോക്കുന്നത് എന്നുള്ള കാര്യം ബാലേന്ദ്രന് മനസ്സിലായി. എന്നാ മറുപടിയുണ്ട്. ബാലചന്ദ്രന് പേരുവരൽ അങ്ങ് കേറുന്നുണ്ട് കേട്ടോ. ഇപ്പോ നിങ്ങളുടെ അമ്മ അച്ഛന്റെ പുരുഷത്വത്തെ ചോദ്യം ചെയ്തില്ലേ? ഈ അമ്മ 23 വർഷം മുമ്പ് മറ്റ് ആണൊരുത്തന്റെ കൂടെ ജീവിച്ചവളാണ്. 23 വർഷം മുമ്പ് അവനോടൊപ്പം ജീവിച്ച് ഗർഭിണിയായി നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിൽ വെച്ച് ഒരു പെൺകുട്ടിയെ പ്രസവിച്ചവളാണ്. ആ രഹസ്യം മറച്ചു വെച്ച് നിങ്ങളെ അച്ഛനെ വഞ്ചിച്ചവളാണ്. അവള് പ്രസവിച്ച കുഞ്ഞ് എവിടെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയണ്ടേ? അവള് മറ്റാരുമല്ല, 3 ദിവസങ്ങൾക്ക് മുമ്പ് വരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട അലീന ചേച്ചി. ഇത് മതിയോ മറുപടി? മക്കളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മറുപടി കേട്ടിട്ട് തരിച്ച പോലെ നിൽക്കുവാണേ. ഇത് വിശ്വസിക്കാനാവാതെ മക്കൾ 2 പേരും, എന്ന് വെച്ചാൽ കൃഷ്ണജയ്ക്ക് ഓൾറെഡി അറിയാം, ബബിതയും അതുപോലെ രോഹിയും അമ്മയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുവാണേ. നമ്മുടെ വൈജയന്തി ആണെന്നുണ്ടെങ്കിൽ രക്തമെല്ലാം വാർന്ന് ഒരു പ്രേത രൂപത്തെ പോലെ അവിടെ ഇങ്ങനെ നിൽക്കുവാണ് ഇവിടെ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ബാലചന്ദ്രന്റെ വിജയ മുഹൂർത്തം. ഈ ഒരു നിമിഷം കാണാനായി ആഗ്രഹിക്കുന്നവര് ഒന്ന് കമന്റ് ചെയ്യണേ. താങ്ക്